വീണാച്ചിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് കടലാസ് കമ്പനിയല്ല എന്ന് വിശദീകരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കമ്പനി തുടങ്ങിയതെന്നും കമ്പനിയുടെ പാർട്ണറായ ഡോക്ടർ അനീസ് പറഞ്ഞു. പഞ്ചായത്ത് ലൈസൻസ് ഇല്ല എന്നുള്ളത് കമ്പനി സ്ഥിരീകരിച്ചു. അതേസമയം കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി വീണാച്ചി, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർക്ക് ഇഡി ഉടൻ സമൻസ് അയക്കും. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വി എസ് രഞ്ജിത്ത്, ലേക്കർ ഇന്ത്യ കോർപ്പ് ആണ് ഈ സംഭവ വികാസങ്ങളുമായി പുറത്തു വന്ന ഏറ്റവും അവസാനത്തെ പേര് എന്ന് പറയുന്നത്. അതൊരു ഷെൽ കമ്പനി അല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. പക്ഷേ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഉണ്ടാക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകും എന്നതാണ് ലേക്കർ വിശദീകരിക്കുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ പാർട്ണറായിട്ടുള്ള ഡോക്ടർ അനീസ് ഇന്നൊരു വിശദീകരണം നൽകിയിട്ടുള്ളത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഒരു ഷെൽ കമ്പനിയല്ല, ഒരു കടലാസ് കമ്പനിയല്ല. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം അവർ അനുശാസിക്കുന്ന എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് പ്രവർത്തനമുണ്ട്. പക്ഷേ അതിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല എന്ന കാര്യം അവർ ഉറപ്പിക്കുന്നു. പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു. അത് വീണ്ടും അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അനീസ് വ്യക്തമാക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത, ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന് അടച്ചിട്ടൊരു ഓഫീസ് പന്തിരങ്കാവിൽ നമ്മൾ കണ്ടതാണ്. ആ അടച്ചിട്ട ഓഫീസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അടച്ചിട്ട ഓഫീസ് മാത്രമാണുള്ളത്. പഞ്ചായത്ത് ലൈസൻസ് പോലുമില്ല, മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അതൊരു ഷെൽ കമ്പനിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു. ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ള തുക അതിൽ ആ രീതിയിൽ തന്നെ അത് കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു വിശദീകരണം നൽകുകയാണ്. ഇ ഡിക്ക് അത് തൃപ്തികരമാണോ എന്നറിയില്ല. ഏതായാലും ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ള തുക ഇപ്പോഴും ഇ ഡിയുടെ പരിഗണനാ വിഷയം തന്നെയാണ്. അതിന്റെ പാർട്ണറായിട്ടുള്ള ഡോക്ടർ അനീസ്, ടി വീണയുടെ പാർട്ണറാണ്. അനീസിനെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം എന്നൊരു പ്രചരണം വിശദമായ വിവരങ്ങൾ നൽകിയത്. ലേക്കർ ഇന്ത്യ കടലാസ് കമ്പനിയല്ല എന്ന് വിശദീകരിക്കുകയാണ് കമ്പനി.